ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളെ അറബിയൂരിലെ മാമൻ്റെ വാഷിംഗ് മെഷീൻ ശരിയാക്കുക. അതാണ് ഇന്നത്തെ പരിപാടി. എന്തായാലും നോക്കട്ടെ. വാഷിംഗ് മെഷീൻ്റെ മറ്റേ ഉണക്കുന്ന സാധനം ഇറങ്ങുന്നില്ല, അതിന് മോട്ടർ പോയിന്ന് തോന്നുന്നു. അത് ശരിയാക്കാനാണ് ഇപ്പോൾ രാവിലെ തന്നെ പരിപാടി. എന്തായാലും നോക്കാം എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. അലക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീന്. ഇതാണ് നമുക്ക് ശരിയാക്കേണ്ടത്. ഈ വാഷിംഗ് മെഷീൻ്റെ ഈ മോട്ടർ പോയിട്ടുണ്ട്. ആ മോട്ടറാണ് ശരിയാക്കേണ്ടത്. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഊരി നോക്കാം. അപ്പോൾ വാഷിംഗ് മെഷീന് കടത്തിയിട്ട് ആ മോട്ടറിങ് ഊരെടുക്കണം. ഇതിലൂടെ തന്നെ ഊരെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ വേക്കിൽ 1-2 സ്ക്രൂ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഊരെടുക്കാൻ തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിലോട്ട് ഊരെടുക്കട്ടെ മോട്ടർ. ഇത് മറ്റേ അലക്കുന്ന സാധനം, അത് ഊരെടുത്തട്ടാ. ഇതൊന്നും വരേണ്ട ആവശ്യമില്ല, കടത്തിടാ. നമുക്ക് മോട്ടറിങ് ഊരെടുക്കാം. അപ്പോൾ സിമ്പിളാണ് കേട്ടോ നമ്മൾ മോട്ടർ ഊരി. ഇതിൻ്റെ ഒരു ഉപകാരം ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ക്ലിപ്പാണ് കേട്ടോ. കുറേ എണ്ണത്തിന് ഇങ്ങനെ ജോയിൻ്റ് ഉണ്ടായാൽ ഇതെല്ലാം ക്ലിപ്പായതുകൊണ്ട് സിമ്പിളായിട്ട് ഊരി. ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇതേപോലത്തെ മോട്ടറൊന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഈ മോട്ടർ പോയിനി. ഓക്കെ, എടുക്കട്ടെ. ഈ മോട്ടറിന് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാവും കേട്ടോ, ഉറപ്പാണ്. മോട്ടർ മാത്രമായതുകൊണ്ട് പുതിയത് പണിക്കുമ്പോൾ നല്ല പൈസ ഉണ്ടാവും. പഴയതുണ്ടെങ്കിൽ എടുത്തിട്ടാൽ ലാഭം. പഴയതായിട്ട് ഇല്ലല്ലോ, ഞാനെല്ലാം ഉള്ളതെല്ലാം സ്ക്രാപ്പിൽ കൊടുത്ത്. അപ്പോൾ അസീസയിലെത്തി. ഇവിടെയാണ് കേട്ടോ ഷോപ്പ്. ഇവിടെ എ സീൻ്റെത്, വാഷിംഗ് മെഷീൻ്റെത് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എ സീൻ്റെ മാത്രമേ ഉള്ളൂ, വാഷിംഗ് മെഷീൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറമാണെന്ന് തോന്നുന്നു വാഷിംഗ് മെഷീൻ്റെ. അവിടെ പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഷോപ്പ്. ഇത് ഇവിടെയാന്ന് തോന്നുന്നു റിപ്പയർ ചെയ്യുന്നത്. ഇവിടെ കൊടുക്കാം, ഫുള്ള് ചെയ്യാം. रिपेयरिंग थोड़ा चलते हैं. 150 आएगा. हाँ, डिस्काउंट करो. या ओके, कभी मिलेगा? जल्दी मिलेगा. 642. हाँ ओके, 4 बजे. അപ്പോൾ അവിടെ റിപ്പയർ ചെയ്യാൻ കൊടുത്തു. 4 മണിക്ക് കിട്ടുമെന്ന്. അതേപോലെ സാധനമില്ല, കുഴപ്പമില്ല. ഇവർ ഇടത ഷോപ്പിലാണ് കൊടുത്തത്. അസീസയിലാണ്. 150 റുപ്യ റിപ്പയർ ചെയ്തിട്ട് റിപ്പയർ ചെയ്തിട്ട് കൊണ്ടിടാം. അപ്പോൾ ഫൈനലി വീണ്ടും വൈകുന്നേരമായി. നമ്മുടെ രാവിലെ നമ്മൾ നന്നാക്കാൻ കൊടുത്ത നമ്മൾ മോട്ടർ ഇങ്ങ് വാങ്ങിക്കണം. പോയിട്ട് മാമൻ്റെ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് പരിപാടി. അവിടെയാണ് കൊടുത്തിന്. പോയി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ സാധനം റെഡിയായി കിട്ടി. നമ്മുടെ മോട്ടർ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇത് പോയതാണ്, അത് റെഡിയായി. അതിൻ്റെ പേര് ഒരു ഇതും മാറ്റണം പോലും, കപ്പാസിറ്ററാ. ഇതും അതിൻ്റെ പേരെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഇത് ഇട്ടറിയാലേ ഉള്ളൂ.
ഇത് റെഡിയാക്കിയാൽ 150 ചേട്ടാ. നേരം പോയിട്ട് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്താൽ സെറ്റാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ വീണ്ടും രാവിലെയായി. നമ്മൾ ഇന്നലെ വാങ്ങിച്ച നമ്മൾ വാഷിംഗ് മെഷീൻ്റെ മോട്ടർ ഫിറ്റ് ചെയ്യണം. ഫൈനലി നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഈ സാധനം ഇട്ടിട്ട് ഇതിടാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ആ സെൻറ്ററിൽ പോയിട്ട് വീഴാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട്. 15 മിനിറ്റ് ടൈം എടുത്ത്. ഓക്കെ, അതിട്ട്. അപ്പം നമ്മുടെ വാഷിംഗ് മെഷീൻ എന്നെക്കൊണ്ട് പറ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നു. സംഭവം സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പം നമ്മുടെ വാഷിംഗ് മെഷീൻ സെറ്റായിട്ടുണ്ട്. ഓൾറെഡി മോട്ടോർ കംപ്ലൈൻറ്റ് ഉണ്ടായിന്, അത് ഞാൻ ശരിയായി കൊണ്ടുവന്നു. പിന്നെ മുകളിലത്തെ സ്വിച്ചും കംപ്ലൈൻ്റ് ആയിപ്പോയി. എല്ലാം കൂടി ഇവിടെ വന്ന് റെഡിയായി. ഇനി ഇവരിപ്പോൾ 17 റുപ്യ ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഇവരാണ് മുറയിലാണ് നമ്മളെ ഇത് ശരിയാക്കുന്ന സ്ഥലം. आप किधर भी जाएगा ना घर पे. हाँ, इवरा नंबर ഞാൻ താഴെ കൊടുക്കും. वाशिंग मशीन दूसरा क्या है? एसी पूरा किधर का? वाशिंग मशीन, फ्रिज, एसी, ചൂള. ആ ചൂള എന്നല്ല പറയാം. ആ ചൂള എന്ന് പറഞ്ഞാൽ നമ്മളെ കറണ്ടിൻ്റെ അതല്ലോ, എല്ലാം ഉണ്ട്. ഇതാണ് മുറയിലാണ് ഷോപ്പ്. അവരെ നമ്പർ അത് ഓ നമ്പർ എന്നാ ആ നമ്പർ നേരെ നമ്പർ എന്തായാലും താഴെ കൊടുക്കാം. ആ നമ്പർ എന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മളിതും ശരിയായി. അപ്പോൾ നമ്മളെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുണ്ട്. 70 റുപ്യ എനിക്ക് കൊടുത്തേട്ടാ. എന്തായാലും 50 റുപ്യ മണിക്കൂലി വാങ്ങും. പിന്നെ ആ ഒരു സാധനം ഫിറ്റാക്കിന്. അത് പിന്നെ പഴയതാണ്. പിന്നെ നമ്മൾ രാവിലെ തന്നെ അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ, അടിയാക്കുന്നതിൽ അർത്ഥമില്ല. അന്നേരം 100 റുപ്യ പറഞ്ഞ് 70 റുപ്യ കൊടുത്ത്. ഇനിയിപ്പോൾ എല്ലാം കൂടി മാമൻ്റെ പൈസ ഇപ്പോൾ 150, ഈട് 70, എല്ലാം കൂടി വലിയ പൈസയായി. മാമ പറയും പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങാനൊന്നും. അപ്പോൾ വാഷിംഗ് മെഷീൻ റെഡിയാക്കി കൊടുത്തു. വാഷിംഗ് മെഷീൻ റെഡിയാക്കിയിട്ട് 220 റുപ്യ കേട്ടാ. 150 റുപ്യ മോട്ടർ നന്നാക്കാനും 70 റുപ്യ ആടിയായി. 220 റുപ്യയായി. എന്നാലും കുഴപ്പമില്ല, വാഷിംഗ് മെഷീൻ റെഡിയായി. അന്നേരം ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ. അത് എന്നെക്കൊണ്ട് മൊത്തം ഫിനിഷാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മാമൻ്റെ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് അതും ഇതും വയറെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി ലാസ്റ്റ് ഒന്നുമില്ലാണ്ടാണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ നന്നാക്കുന്നിടത്ത് കൊണ്ടുപോയി ട്രൈ ചെയ്യാം. അതിന് എന്തായാലും നമ്മളെ വാഷിംഗ് മെഷീൻ നമുക്ക് ട്രൈ ചെയ്യാം. വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിൻ്റെ സ്വിച്ച് കംപ്ലൈൻറ്റേനും. അന്നേരം നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.